അപ്പോൾ സെക്ഷൻ ബിയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The magnetic field inside a 200 turns solenoid of radius 10 cm. Number of turns is given. Magnetic field is given. Solenoid പോകുന്ന current is given. Then the length of the solenoid in terms of pi centimeter ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സോളിനോഡിന്റെ അകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu 0 n I അല്ലേ. What is small n? Number of turns per unit length into I is equal to B അല്ലേ. ചോദിച്ചിരിക്കുന്നത് ലെങ്ത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം mu 0 n I divided by B എന്ന് പറയാൻ വേണ്ടി പറ്റില്ലേ. mu 0 n I divided by B. So length L is equal to mu 0 value 4 pi into 10 raised to minus 7 ആണ്. നമ്പർ ഓഫ് ടേൺസ് 200 ആണ്. പോകുന്ന കറണ്ട് 0.29 ആണ്. ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ 2.9 into 10 raised to minus 4 ആണ്. സോ ഇതിലെ ഒരു 0 ഒഴിവാക്കിയാൽ ഈ 0.29 എന്നുള്ള സാധനം എന്തായിട്ട് മാറും? 0.29 എന്നുള്ള സാധനം എന്തായിട്ട് മാറും? 2.9 ആയിട്ട് മാറും. ആ 2.9 ഈ 2.9 ആണ് ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താ ബാക്കിയുള്ളത്? 20 ഉണ്ട്, 4 പൈ ഉണ്ട്, 10 raised to minus 7 ഉണ്ട്, 10 raised to minus 4 ഉണ്ട്. സോ 4 പൈ ഇൻറ്റു 20 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 80 പൈ വരും. സോ 8 പൈ എടുക്കാം. അതിലൊരു 0 10 raised to minus 7 കൊടുത്താൽ അത് 10 raised to minus 6 ആവും. 10 raised to minus 4 മുകളിലേക്ക് വന്നാൽ അത് പ്ലസ് 4 ആവും. സോ പ്ലസ് 4ൽ നിന്ന് നമുക്ക് 8 പൈ ഇൻറ്റു 10 raised to minus 2 മീറ്റർ എന്ന് കിട്ടും. സോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും? 8 പൈ സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ദ വാല്യൂ ഓഫ് പൈ സെന്റിമീറ്ററിലാണ് ആൻസർ കിടക്കുന്നത്. അപ്പോൾ അതിന് മുന്നിലുള്ള ടൈം എന്ന് പറയുന്നത് എന്താ വരിക? 8 അല്ലേ. സോ ആൻസർ വിൽ ബി 8 പൈ സെന്റിമീറ്റർ. ആൻസർ ഈസ് ഓപ്ഷൻ, സോറി ദർ ഇസ് നോ ഓപ്ഷൻ, ഇത് സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ആൻസർ വിൽ ബി 8 പൈ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.